കണ്ണൂർ ആലക്കോട് വയാട്ടുപറമ്പിൽ കൊപ്ര സംഭരണശാലയിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വിവരങ്ങളുമായി ഫെലിക്സ് ഉണ്ട്. ഫെലിക്സ്, തീപിടുത്തം നിയന്ത്രണ വിധേയമാണോ? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, വായാട്ടുപറമ്പ് സെന്റ് ജോസഫ് ചർച്ചിന് നേരെ എതിർവശത്തുള്ള ഗ്രാമിക ഓയിൽ മില്ലിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. തളിപ്പുറമെന്നും ഫയർഫോഴ്സ് ആദ്യം എത്തി. ഇപ്പോൾ കണ്ണൂരിനടക്കം ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഓയിൽ മില്ലാണ്. കൊപ്രയടക്കം ഈ മില്ലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് തീപിടുത്തം വലിയ രീതിയിൽ വ്യാപിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. തൊട്ടടുത്തായി ചായക്കടകളൊക്കെ ഉണ്ട്, പക്ഷെ അവിടേക്ക് ഈ തീ പടർന്നിട്ടില്ല. ഓയിൽ മില്ലാണ് പൂർണ്ണമായും ഏതാണ്ട് തീപിടുത്തത്തിൽ ഏതാണ്ട് കത്തിയിട്ടുള്ളത്. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമല്ല. ധാരാളം ഓയിലുണ്ട്, എണ്ണ, ഒപ്പം തന്നെ ഈ കൊപ്രയുമുണ്ട്. ഇത് രണ്ടിനുമാണ് തീപിടുത്തത്. അതുകൊണ്ടാണ് ഈ തീപിടുത്തം വലിയ രീതിയിൽ വ്യാപിക്കുകയും വലിയ പുക ഉയരുകയും ചെയ്തത്. അങ്ങനെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഏതാണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസകരമായ കാര്യം.